കലാരംഗത്തേക്ക് തിരിച്ചുവരവിനൊരുങ്ങിയ സിനിമാ സ്കിറ്റ് താരം ഉല്ലാസ് പന്തളം ആയതിനെ തുടർന്ന് ഏറെ നാൾ ഉല്ലാസ് ചികിത്സയിലായിരുന്നു. ഓണത്തിന് സ്റ്റേജ് പരിപാടികളിലൂടെ കലാരംഗത്ത് സജീവമാകുമെന്ന് ഉല്ലാസ് പന്തളം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഈ വർഷം അതിഗംഭീരമായിട്ട് തിരുവിതാംകൂർ തിരിച്ചു വരികയാണ്. അടിച്ചു പൊളിക്കത്തില്ലേ നമ്മള്? ഗംഭീര പരിപാടിയായിട്ട്. മലയാളി പ്രേക്ഷകരെ ഒരു സമയത്ത് ഒരുപാട് ചിരിപ്പിച്ച കലാകാരൻ. സ്റ്റേജ് ഷോകളിൽ തിളങ്ങി നിന്ന സമയത്താണ് ഉല്ലാസിന് സ്ട്രോക്ക് ബാധിച്ചത്. ഇപ്പോൾ ചികിത്സയുടെ അവസാന ഘട്ടത്തിലാണ്. സ്റ്റേജ് ഷോകളിലേക്ക് തിരികെ വരാനുള്ള മുന്നൊരുക്കത്തിലാണ് ഉല്ലാസും സുഹൃത്തുക്കളും. ഈ ഓണത്തോടു കൂടി നമ്മൾ സ്റ്റേജ് പരിപാടിയിലേക്ക് സജീവമായി ഇറങ്ങാനുള്ള തീരുമാനത്തിലാണ്. അതിനാൽ മുന്നോടിയായിട്ട് തിരുവിതാംകൂർ ഹാസ്യകല എന്ന സമിതിയുടെ പോസ്റ്റർ പ്രകാശനം മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൽ തിരുമേനിയെ കൊണ്ട് പൂജിപ്പിച്ച് ഇന്നിപ്പോൾ റിലീസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഓണാഘോഷ പരിപാടിയായിട്ട് ഞങ്ങൾ വേദികളിലേക്ക് എത്തുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സുഹൃത്തുക്കളായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. ചികിത്സയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. കാരണം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ സഹായിച്ചാണ് ഞാനിപ്പോൾ ചികിത്സയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. സഹായത്തിന്റെ ഫലമായിട്ട് നമ്മൾ ചികിത്സകൾ മുടങ്ങാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. സുഹൃത്തുക്കളായ അനീഷ് ബാൽ, വിനയ് ഹാസ്യകല, അജിത് ചെങ്ങറ എന്നിവരെല്ലാം വലിയ പിന്തുണയാണ് ഉല്ലാസ് പന്തളത്തിന് നൽകുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇത്തവണ അതിലേറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഉല്ലാസണ്ണൻ തിരിച്ചു വരുന്നു, വീണ്ടും സ്റ്റേജുകളിലേക്ക് സജീവമാകുന്നു, പ്രോഗ്രാം ചെയ്യുന്നു. അപ്പോൾ അസുഖത്തിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുകയാണ്. നമ്മൾ നല്ല ഒരു തയ്യാറെടുപ്പാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. 25 വർഷങ്ങൾക്ക് മുൻപ് സ്റ്റേജ് പ്രോഗ്രാം നടത്തിയ പത്തനംതിട്ട മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താനെത്തിയതായിരുന്നു ഉല്ലാസ്. പ്രേക്ഷകരെ ഇനിയും ഒരുപാട് ചിരിപ്പിക്കാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് ഉല്ലാസ് പറയുന്നത്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.